ഡോക്ടർ മേരി ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, ഇവിടെ ഇപ്പോൾ ആദ്യ ടേണിൽ ഡോക്ടർ ഗോപകുമാർ സംസാരിച്ചു നിർത്തുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. നമുക്കറിയാം, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ജില്ലാ വിഭജനം, താലൂക്ക് വിഭജനം എന്നത് വരുമ്പോൾ ഏറ്റവും ആദ്യം അതിന് ചിലവാകുന്ന തുക, അധികമായി സൃഷ്ടിക്കപ്പെടേണ്ടുന്ന തസ്തിക, ഇതൊക്കെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. പക്ഷേ അടിയന്തര സാഹചര്യങ്ങളാണ് എങ്കിൽ നമ്മൾ അതിന് ഏത് വിധേനയും പണം കണ്ടെത്തിയേ മതിയാകുകയുമുള്ളൂ. താങ്കൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? പ്രഥമ പരിഗണന നൽകി നേരിടേണ്ട, സർക്കാർ മുൻകൈയെടുത്ത് നടത്തേണ്ടുന്ന ഒരു വിഷയമാണ്. അത്രമാത്രം പ്രാധാന്യം ഈ ജില്ലാ വിഭജനത്തിനുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ജില്ലാ വിഭജനം ഒട്ടും എന്താ പറയാ, പ്രാധാന്യം അർഹതയില്ലാത്ത ഒരു ഇഷ്യൂ അല്ല. ഞാൻ ഇത്തിരി വളച്ചു കിട്ടിയല്ലേ, സാരമില്ല. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? ശരിക്ക് കേൾക്കാം. ഓക്കെ. അപ്പോ അതായത് മിസ്റ്റർ ഗോപകുമാർ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി കേട്ടില്ല. രണ്ടാമത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതും കേട്ടു. അപ്പൊ യഥാർത്ഥത്തില് ധനപ്രതിസന്ധി അതിരൂക്ഷമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഏതാനും 5-6 മേഖലകളെ തിരിച്ച് ആ മേഖലകളെയൊക്കെ കാര്യക്ഷമമാക്കി ധനപ്രതിസന്ധി കുറച്ച്, അതായത് ഉള്ള ധനം കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തി മുന്നേറാനുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മാത്രമല്ല, ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അത്യാവശ്യമായിട്ട് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഡീലിമിറ്റേഷൻ. അങ്ങനെ വരുമ്പോ കേരളത്തിൽ നിന്നുള്ള ആവശ്യം എന്ന് വെച്ചാൽ ഈ വലിയ ജില്ലകൾ അവ അനുഭവിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ്, ഇപ്പൊ ഉദാഹരണം നമുക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ ജില്ലയായിട്ട് എടുക്കാവുന്നത് മലപ്പുറമാണ്. മലപ്പുറം ജില്ല പിന്നെ കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പൊ ആ മലപ്പുറം ജില്ലയുടെ എന്താ പറയാ, പ്രാന്തപ്രദേശങ്ങൾ, വികസന ഏൽക്കാതെ കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അതുപോലെ എറണാകുളം ജില്ല എടുത്താല് എറണാകുളം ജില്ലയുടെയും പ്രാന്തപ്രദേശങ്ങൾ, വികസനം എത്തിച്ചേരാത്തവയുണ്ട്. ഇനി തിരുവനന്തപുരം എടുക്കുക. തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ വികസനം എത്താത്തവയാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഏറ്റവും നല്ലത് പുതിയ 3 ജില്ലകൾ വരുന്നതാണ്. ഈ 3 ജില്ലകൾ പുതുതായിട്ട് വരുമ്പോൾ എങ്ങനെ ഫിസ്ക്കൽ ക്രൈസിസ് അഥവാ ധനപ്രതിസന്ധി ഓവർടേക്ക് ചെയ്ത് മിസ്റ്റർ ഗോപകുമാർ പറയുന്നത് ഞാൻ കേട്ടു, വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ ഉണ്ടാകും. ശരിയാണത്. 3 കളക്ടറേറ്റ് വരണം. അവിടെ 3 വലിയ ഒരു സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാകും, കളക്ടർ തൊട്ട് താഴോട്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ശൃംഖല, ആ ശൃംഖലയെ നടത്തിക്കൊണ്ടു പോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വലിയ എക്സ്പെൻസസ് വരും. പക്ഷേ നമ്മൾ പറയുമല്ലോ, മനമുണ്ടെങ്കിൽ മാർഗവും ഉണ്ട് എന്ന്. കാരണം ഈ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന മേഖലകളും കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗങ്ങളാണ്. കേരളത്തിന്റെ വിഭവങ്ങൾ സമാഹരിക്കുമ്പോൾ അവിടെ നിന്നും സമാഹരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അർഹതപ്പെട്ട വിഭവങ്ങൾ അവരിൽ എത്തിക്കുക, വികസനത്തിന്റെ ഭാഗം അനുഭവിക്കേണ്ട ഭാഗം അവർക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനെ ഒരു 3 ഡിസ്ട്രിക്റ്റുകളെ തിരിച്ച് 6 മാറ്റുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പോ നമ്മുടെ മുഖ്യമന്ത്രി മനസ്സ് വെച്ചാൽ ഇപ്പോഴത്തെ വിഭവ സമാഹരണം ശക്തമാക്കാൻ പറ്റും. വിഭവ സമാഹരണം എങ്ങനെ ശക്തമാക്കാൻ പറ്റും? നമ്മൾ ഈ അടുത്ത ദിവസം തന്നെ കണ്ടു, സ്വർണത്തിന്റെ മേഖലയിൽ നിന്നുള്ള നികുതി വെട്ടിപ്പ്, ശക്തമായ നികുതി വെട്ടിപ്പ്. സമസ്ത മേഖലകളിലും നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ നികുതി വെട്ടിപ്പൊക്കെ തടഞ്ഞ്
ശരിയായ രീതിയിൽ വിഭവ സമാഹരണം നടത്താൻ കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ അത് നികുതിയുടെ കാര്യം തന്നെ. ഇനിയിപ്പോ നികുതിയേതര വരുമാനം എടുക്കുക. നമ്മുടെ നികുതിയേതര വരുമാനം വേണ്ട രീതിയിൽ സമാഹരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നികുതിയേതര വരുമാനത്തിലും വലിയ വളർച്ചയുണ്ടാകും. കാരണം എനിക്കറിയാം, രേണുക ഒരു കാര്യം കൂടി പറയട്ടെ. 2000 നമ്മുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 21% നികുതിയേതര വരുമാനമായിരുന്നു. നികുതി വരുമാനത്തിന്റെ 21%. അതിപ്പോൾ 7% കുറഞ്ഞിരിക്കുന്നു. അതിനെ പഴയതുപോലെ 21% വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ, അതായത് വിഭവ സമാഹരണം കാര്യക്ഷമമാക്കണം. അങ്ങനെയാകുമ്പോൾ ഇപ്പോഴുള്ള ഈ ധനപ്രതിസന്ധിക്ക് അതുപോലെ എന്താ പറയാ, അഴിമതി ഇല്ലാതെയാക്കുക, വകമാറ്റൽ, CAG ഇതൊക്കെയാണ് പറയുന്നത്. വകമാറ്റി ചെലവഴിക്കൽ, അഴിമതി അഥവാ ധൂർത്ത്, ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, പണ്ട് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുള്ള ധൂർത്ത്, അങ്ങനെയുള്ള എല്ലാ ധൂർത്തുകളും 100 കഥകൾ പറയാനുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി നേരെ വിഭവ സമാഹരണം നടത്തി അത് കൃത്യതയോടെ ചെലവഴിച്ചാൽ, കാര്യക്ഷമതയോടെ ചെലവഴിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സർക്കാരിന് കഴിയും. തീർച്ചയായും ആർജവമുണ്ടെങ്കിൽ സർക്കാരിന് അത് സാധ്യമാകും എന്ന കാര്യമാണ് മേരി ജോർജ് സൂചിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.